വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മില്ലു കാരൻ. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ജോഷുവയുടെ പ്രോപ്പർട്ടിയിലാണ്. ജോഷു ആണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഒരു ട്രക്കിങ്ങിന് പോവാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഗൈസ്. അപ്പോൾ രാവിലെ നമ്മൾ നമ്മുടെ മച്ചാൻ്റെ റിസോർട്ടിൽ നമ്മൾ രാവിലെ ഇറങ്ങി. നമ്മുടെ മച്ചാൻ രാവിലെ നല്ല സെറ്റൊക്കെ ആയിട്ട് ഒരു ആഫ്രിക്കൻ കട്ടിലൊക്കെ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നുള്ള വൈബ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. നമുക്ക് മൊത്തം തട്ടുതട്ടായിട്ടുള്ള കൃഷികളാട്ടോ. മച്ചാൻ്റെ പ്രോപ്പർട്ടിയെ ബാക്കി കാണുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ മുന്നോട്ട് വന്നു. നമ്മൾ ഇന്ന് രാവിലെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ എന്നാ പരിപാടി പറയൂ? 2-3 സ്ഥലങ്ങളുണ്ട്, 2-3 പോയിന്റുകളുണ്ട്. അപ്പോൾ എന്നാൽ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഒരു വൈബുള്ള ടീമിനെ കിട്ടുമെന്ന് നോക്കിയിരുന്നു. അപ്പോൾ വൈബുള്ള ഒരു മനുഷ്യനെ കിട്ടി. അതെ, 19 വയസ്സേ ഉള്ളൂ, സുഗമനും സുന്ദരനുമായ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ലേ? ഓക്കെ, മിണ്ടാതിരുന്നാ ഞാൻ ഓക്കെ ആണെന്നല്ലേ? എടാ അച്ഛനത് കാട്ട്, അപ്പനത് കാട്ട് കേട്ടോ, പറയാം. ഓക്കെ, അപ്പൊ ഇതിലെ ഇങ്ങനെ മേളിൽ കയറപ്പെടും. ദൈവമേ വണ്ടി കയറുമോ നമുക്ക് എന്തായാലും. ഓക്കെ, അപ്പൊ നമ്മൾ മേലോട്ട് ചെറിയ കണ്ടു കാണാം. മേലല്ല, അവിടെ ഫോൺ വീടാൻ കണ്ട നേരെ വരും. ആലോചിച്ച് നോക്കി, മറുതയാണോ ഫോണ്, മറുതയാണോ അതോ ഡ്രോൺ ഫോണോ? ഇവിടെ താഴോട്ടുള്ള വ്യൂ നോക്കി, റിസോർട്ടിന്റെ വ്യൂ എന്നാ രസമാണെന്നറിയോ? ഈ ആ ഡ്രോൺ ഷോട്ട് ഒന്ന് കാണണം. അടിപൊളി സംഭവം കേട്ടോ, ഒരു രക്ഷയില്ല. രാവിലെ 4 പൂരിയാണ് കഴിച്ച്. സാധാരണ അങ്ങനെ കഴിക്കാറില്ല. ഇന്നെന്തായാലും 4 പൂരി കഴിച്ചു. ഒരു ഇതും കഴിച്ചു. എന്തോ അതിന്റെ പറഞ്ഞ പേര്, ആ സാധനത്തിന്റെ പേരെന്തോ പറയുന്നത്? തണ്ണിമത്തൻ, പച്ച കളറല്ലേ? തണ്ണിമത്തൻ അതല്ലേ? നേരെയാണോ പോണ്ടേ? ഇടത്തോട്ടോ വലത്തോട്ടോ? നേരെയല്ലേ? ആടി വലഞ്ഞ് ഈ നമ്മൾ സോപ്പിട്ട് കുളിക്കുന്നതിനെക്കാളും പരുവത്തിൽ അവിടെ കയറിയാണ്. എന്തായാലും നമ്മൾ ഇനി ചവിട്ടി അങ്ങോട്ട് വിടാൻ പോവാണ്. എന്റെ പൊന്നാവുകയും സൂപ്പർ സ്ഥലമാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പൊ ഇന്നലെ രാത്രിയിലെ ഞങ്ങള് ട്രക്കിങ്ങിനൊക്കെ പോയായിരുന്നു. പക്ഷെ ഇന്നലെ ഒന്നും കിട്ടിയില്ല കയ്യില്. എന്തിനാ മൈനാണോ ഇരിക്കുന്നത്? വരമ്പേൽ. സോ അപ്പൊ നമ്മൾ നേരെ മുന്നോട്ട് പോവാണ്. നമ്മളപ്പോ ദാണ്ടലി എന്ന് പറയുന്ന ഒരു ദാണ്ടലി ഒരു ചെറിയൊരു പ്രോപ്പർട്ടി ഉണ്ട്. ജസ്റ്റ് അതിന്റെ സൈഡൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോവാ. എന്റെ വകുപ്പ് നടക്കും നോക്കട്ടെ. അല്ല കളേഴ്സ് വല്ല വീട് വന്നു. 6 മാസമായില്ലേ? അയ്യോ. അപ്പൊ നമ്മളെന്തായാലും മുന്നോട്ട് പോകാണ്ടോ. ഒരു ചെറിയ റോഡായി, 2 സൈഡ് നല്ല വെളുപ്പത്തിലുള്ള മരങ്ങളാണ് നിൽക്കുന്നത് കേട്ടോ. സേവ് ദ നേച്ചർ എന്ന് പറഞ്ഞ ഒരുപാട് ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ദയവ് ചെയ്ത് ഇവിടെ വരുന്നവരാരും പ്ലാസ്റ്റിക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടരുത്. നേച്ചർ നശിപ്പിക്കാതിരിക്കും, മസ്റ്റായിട്ട് നോക്കുക. എന്തൊരു അടിപൊളി ലൊക്കേഷനോ, അടിപൊളി ലൊക്കേഷനാണ്. ഭയങ്കര കാട്ടിക്കൂടെ പോകാൻ ഭയങ്കര എക്സ്പീരിയൻസ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഗോളി എന്ന് പറഞ്ഞ കുറച്ച് ഒരു ട്രൈബൽ ഗ്രൂപ്പുണ്ട്, ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അവരുടെ ഒരുപാട് വീടുകളാണ്. നല്ല ഒരുപാട് പുല്ലൊക്കെ ഇട്ട് നല്ല സെറ്റാണ്. ആ കാണുന്ന വീടുകളാണ് കേട്ടോ. അങ്ങോട്ട് പോവാം. ഇത് സെറ്റ് സ്ഥലമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതാണ് അവരുടെ വീടുകൾ. അങ്ങോട്ട് പോകാം. കിളികളുടെ നാദസ്വരം നോക്കി, എന്നോ രസമാണ് നോക്കി. ഭയങ്കര ആംബിയൻസ്. നമ്മുടെ ചങ്ങനെയൊക്കെ ഇവിടോട്ട് കൊണ്ട് നിർത്തിയപ്പോൾ തന്നെ ഇവിടെ അങ്ങ് ഫുള്ള് കളർഫുള്ളായില്ലേ നമ്മുടെ കപ്പിത്താനെ. അപ്പോൾ ഇത് കണ്ട ഇവരുടെ വീടുകൾ നോക്കി. അകത്തോട്ട് കയറി പോകണോ? ആളുണ്ടോ ഒന്ന് ചോദിക്കാം. വാ. ഹായ്. കണ്ടില്ലേ ഇവരുടെ വീടുകൾ? ഗൗളി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൻ്റെ വീടുകളാണ് കേട്ടോ. ഇവർ ഇതിനകത്ത് താമസിക്കുന്നല്ലേ? ഇത് പശുത്തൊഴുത്താണോ അതോ? അതിനകത്ത് തന്നെ ഫ്രണ്ടിൽ പശുക്കളും അകത്ത് അവർ താമസിക്കുന്നല്ലേ? വീട് നോക്കി എന്നാ സെറ്റപ്പ് അല്ലേ? അകത്തോട്ട് കയറി പോകാൻ പറ്റത്തില്ലല്ലേ? ഇത് ഇവിടെ പശുവിനെ കിട്ടും അല്ലേ? ഇവിടെ പശുവിനെ കിട്ടും, അകത്ത് അവർ താമസിക്കുന്നു. ഓ ഭയങ്കര നാച്ചുറൽ. ആ പശുവിൻ്റെ ചാണകത്തിൻ്റെ സ്മെല്ല് നോക്കി ഭയങ്കര. അവർ ഫുൾ ടൈം ഇതിനകത്താണ് വളർന്നത് അല്ലേ? ഹായ്, നാം ക്യാ ആപ്കാ? അപ്പു. കന്നഡ ഭർത്താവ്. നീ മറാഠി? നീ മറാഠി മാതാಡ್ತಿ നീ? തോടാ നീ മറാഠി മാർത്തിക്ക്. അപ്പോൾ അവിടെ ഒരുപാട് കച്ചിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചങ്ങനെ കൊണ്ട് നിർത്തിയൊക്കെ നോക്കി. സെറ്റ് സ്ഥലമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ മുന്നോട്ട് പോയി. ഇവിടെ നിന്ന് ആരും കാണുന്നൊന്നുമില്ല. ഹായ്, ഹലോ, ഹൂയ്, ആരും ഇല്ലേ? ഞാൻ ഫ്രം കേരള. ഹലോ. ഭയങ്കര എക്കോ ഉണ്ടല്ലേ? അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇവിടെ ഭയങ്കര എക്കോ സംസാരിക്കുന്നു. എക്കോ അടിക്കുന്നു. അതോടൊന്ന് കയറിയല്ലോ പറഞ്ഞേ, ചോദിച്ചാലോ? നമസ്കാരം. വീഡിയോ ആയേക്കാ? കണ്ടോ ഫുള്ളി വിളിച്ചു. അപ്പോൾ നമ്മളൊന്ന് ചോദിച്ചിട്ട് അപ്പോൾ നമ്മൾ നേരെ മുന്നോട്ട് കയറാണോ പരിപാടിയാ? നാം ക്യാ ആപ്കാ? ബാബുരാ. ये क्या है? अरे भाई पूरा टाटू ഒക്കെ ചെയ്ത് അല്ലേ? कितना साल हो गया घर? बहुत साल हुआ था.
इधर गाय का रुकेगा इधर गाय का वही आपका घर है ആ കണ്ടോ ഇതും പശുവിൻ്റെയാണ് ഇവിടെ കൂടുതലും പോത്തല്ലേ പോത്ത് വ്യാപാരിയാണ് പോത്ത് വ്യാപാരി മലയാളിയുടെ വീട്ടിൽ എനിക്ക് कितना गाय आपका आपका है 10 गाय कितना दूध मिलेगा आपको दूध तो ज़्यादा नहीं है ना हाँ ये क्या है ജാഡു ഇതെന്തുവാ സാധനം ജാഡു എന്ന് പറഞ്ഞാൽ പുല്ല് പോലെ സാധനം ഉണക്കിയിട്ട് ഇത് തൂക്കാനൊക്കെ ഓ തൂക്കാൻ യൂസ് ചെയ്യുന്നല്ലേ ഒരു പട്ടിക കിടപ്പുണ്ട് കേട്ടോ കട്ടെ നീ അവരുടെ ഡ്രസ്സുകളൊക്കെ ഇവിടെ ഇടുന്ന കേട്ടോ നോക്കി ഓ എൻ്റെ പൊന്നെ इसका ऊपर क्या है कुछ भी नहीं ये ബച്ച അതായത് പശുക്കുട്ടി ഇടാനുള്ള സംഭവമാണ് കേട്ടോ ഇവിടെ കണ്ടോ ഇവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ നോക്കി इसका अंदर ही आपका घर है ना अंदर അകത്ത് കയറ്റി കാണിക്കില്ലല്ലോ അകത്തൊരു ചോദിക്കണ്ടേ ഇനിയിപ്പോൾ അതൊരു വിഷയമാകണ്ട അപ്പോൾ ശുക്രിയ हम चैनल का है आपको घर देख सकते आजा दिखाना ഓ ഇവിടെ ഒരു കട്ടയൊക്കെ വെച്ചിട്ടുണ്ടോ നോക്കി ഏ ക്യാ के लिए പശു അകത്തോട്ട് പോലെ ഓ നോക്കി ഇതൊക്കെ വേണ്ട നല്ല പോളിഷ് പോലെ ഇരുന്നിരുന്ന ആൾക്കാർ ഇരുന്നതല്ലേ കണ്ടല്ലേ അപ്പൊ ചെരുപ്പൊക്കെ ഊരി ഇട്ടിട്ട് വേണം അപ്പൊ എനിക്ക് അത് പറയാ ഇതാണ് പ്രശ്നം ഈ പൊങ്ങിക്കേറുന്നതാണ് പണി അവരുടെ വീടിന് അതിന് കറണ്ടൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് അവരുടെ വീട് നമ്മളാണ് എൻ്റെ പൊന്നമ്മ കൂരിട്ടാട്ടോ നോക്കി മൊത്തം കണ്ടോ कितना साल पुराना है ये घर हमारा जन्म इतना हुआ हमारा ജനിച്ചത് उसका पहले कितना हमको മാലൂം നെയ്യേ അവർക്ക് അറിയത്തില്ല പുള്ളിയൊക്കെ ജനിച്ചു വിടാന്ന് പറഞ്ഞാൽ അറിയത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് കണ്ടത് ഇതൊക്കെയാണ് ഇവരുടെ അതിനകത്തെല്ലാം പഴയ സംഭവങ്ങളൊക്കെ തന്നെ ഈ ആപ്കാ ഖാന ബനാക്കി ഖാന ഇതാണ് ഇവരുടെ ആഹാരം വെക്കുന്ന ഇവരുടെ അടുക്കളയും കാര്യങ്ങളൊക്കെ ഇവിടെ വെട്ടമൊന്നുമില്ല ഉള്ളത് ഇവരുടെ പൂജാറും ഖാന ബാക്കി പൂര എത്ര വർഷം പഴക്കമുള്ള സംഭവം പോയി ഒന്നും കാണത്തു പോലുമില്ല നോക്കി ഇതൊക്കെ തട്ടൊക്കെ വെച്ചൊക്കെ നോക്കി ഖാന ഹോകയാ നല്ല ക്ലീൻ ആട്ടോ നോക്കി തറയൊക്കെ നല്ല എന്താ പറയാ ചാണകമൊക്കെ ഇട്ട് മെഴുകിയല്ലേ സെറ്റാണ് ഓക്കെ ജായ ശുക്രിയ കണ്ടില്ലേ അതാ മാതാജിയാണോ ഓ മാതാജിയാണോ മാതാജിയുടെ ഒക്കെ പടമൊക്കെ വെച്ചിട്ടുണ്ട് പിച്ചാത്തി വാക്കത്തി ചാക്കു കത്തിയൊക്കെ ഇട്ടിരിക്കുന്ന സംഭവമുണ്ട് ഇത് ആരൊക്കെ ഇങ്ങനെ ഇവർ കെട്ടിവെക്കും കണ്ട ഈ സാധനം കൈസ കെട്ടി ബാന്തേക ഒരു തടിയുടെ ചെറിയ പീസ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് അതെടുത്ത് അവർ അരക്കി കിട്ടുന്ന സംഭവമാണ് അപ്പോൾ എന്തായാലും നമ്മൾ മുന്നോട്ട് വിടാം പോയേക്കാം ഓക്കെ ഒരു പഴയ ഗർക്കാർ നമ്പർ അയക്കുക ഫോൺ നമ്പർ അയക്കുക അവിടെ ഫോണൊക്കെ ഇട്ടിട്ട് അതുകൊണ്ട് രക്ഷപ്പെട്ടു ഇവിടെ ഒരു ചെറിയൊരു കിളിവാതുണ്ട് അതിന് എനിക്ക് ഇറങ്ങാൻ പറ്റത്തില്ല സോ ഞാൻ ഇതിലേ ഇറങ്ങാൻ പോണേ അയ്യോ തലകുനിയാൻ വയ്യാതെ പോകണം ഇതിലേയും ബ്ലോക്കാ അല്ലേ ഇവിടെ എല്ലാം ബ്ലോക്കാ ഇതിലേ തന്നെ പോകണം അല്ലേ ഇതിപ്പോൾ പണിയായല്ലോ പിടിച്ച് അപ്പോൾ എന്തായാലും നമ്മൾ മുന്നോട്ട് പോകണം നമ്മുടെ ചങ്ങന അവിടെ കിടപ്പുണ്ട് അപ്പോൾ എന്തായാലും സെറ്റ് വീട് കേട്ടോ എനിക്ക് ഭയങ്കര ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷേ എന്ത് കൂടല്ലേ പക്ഷേ സ്മെല്ലുണ്ടെന്ന് ഇവിടെ എന്നാലും ബാക്കിയെല്ലാം സെറ്റാണ് ഞാൻ അത് പക്ഷേ അവരിതങ്ങ് ജനിച്ച് വളർന്നപ്പോൾ തൊട്ടേ ഇതങ്ങ് ശീലിച്ചല്ലേ ശീലിച്ച് നല്ല കാര്യമായിട്ട് വളരെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും എന്തുമായാലും ഇത്ര മണം ഉണ്ടെങ്കിലും ബാക്കി എല്ലാം സെറ്റാണ് നല്ല നീ ഇപ്പോൾ വീണല്ലേ എൻ്റെ ക്യാമറ ഇപ്പോൾ വീണല്ലേ നമുക്ക് വിട്ടേക്കാം അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് അടുത്തെന്ന് പറഞ്ഞാൽ ഇനി അടുത്ത പ്ലാൻ തന്നെയാണ് അടുത്തിടെ റിവറിൻ്റെ അടുത്തല്ലേ അപ്പോൾ നമ്മൾ ഇനി പോകുന്ന അടുത്ത് ഇവിടെ ഒരു റിവറുണ്ട് റിവറിനടുത്ത് കുറച്ച് പരിപാടി ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പോയി കാണാം നല്ല ഈട്ടിത്തടിയൊക്കെ മുഴുത്ത് നിൽക്കുക എൻ്റെ പൊന്നെണ്ണ കണ്ടിട്ട് കൊതിയാകുന്നു അയ്യോ ഇതാണ് ഇവിടുത്തെ വൈബ് ഓക്കെ അപ്പോൾ നമുക്ക് വിട്ടേക്കാം എടാ ഒന്നും പറയട്ടെ ഇവിടെ ചാണകത്തിൻ്റെ സ്മെല്ലുണ്ടെങ്കിലും ഉണ്ടല്ലോ സംഭവം നീറ്റ് ആൻഡ് ക്ലീനാണ് ഇതുപോലെ നീറ്റ് എന്ന് പറഞ്ഞാൽ അവർ രാവിലെ തന്നെ അല്ലേ എണ്ണിച്ച് മുറ്റമൊക്കെ അടിച്ച് ആ ഒരു വില്ലേജിന്റെ ഒരു തനിമ കാണണമെങ്കിൽ നേരെ ഇതുപോലുള്ള ഗ്രാമങ്ങളിൽ പോകണം എന്തായാലും നമ്മൾ മുന്നോട്ട് പോവാം മരങ്ങൾക്കിടയിലൂടെ മന്ദം നമ്മുടെ ചങ്ങനയും കൊണ്ട് നമ്മൾ വിത്ത് നമ്മുടെ ബാംബു ട്രീസിലെ മച്ചാനും അല്ലേ ബാംബു ട്രീസ് അല്ലേ ട്രീസാണോ ബ്രീസ് അല്ലേ ബാംബു ബ്രീസിലെ മച്ചാനും നമ്മൾ രണ്ടും കൂടെ ആളുടെ പേര് ഒറിജിനൽ പേര് ജോഷുവ അല്ലേ ജോഷുവ ഞാനൊരു പുതിയ പേരിടാൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ നടന്നില്ല സോ നമ്മൾ എന്തായാലും മുന്നോട്ട് പോവാണ് തേക്കിൻ കാടുകൾക്കിടയിലൂടെ അല്ല മരുതിക്കാടുകൾക്കിടയിലൂടെ അല്ല ഈട്ടിക്കാടുകൾക്കിടയിലൂടെ നമ്മൾ മന്ദം മുന്നോട്ട് ചെയ്യുകയാണ് അപ്പൊ സ്റ്റേ ട്യൂൺ
എല്ലാം ഇവിടെ വണ്ടി പിടിച്ച് നിർത്തിയിട്ട് ഈ മരത്തിനകത്ത് കയറാന്ന് പറഞ്ഞ് ഒരാൾക്ക് കയറി നിൽക്കാന്ന് പറഞ്ഞ് ഇത് കണ്ടോ മരം. ഇതിനകത്തൊരു പൊള്ളയുണ്ട് നോക്കിയേ. ഇതിനകത്ത് കയറി നിൽക്കാമെന്നാണ് പറയുന്നത്. ഇതിനകത്തൊരു പാമ്പോലും ഉണ്ടോടി. എൻ്റെ പൊന്നളിയോ നോക്കി. ഓ എൻ്റെ പൊന്നടോ ഒന്നും പറഞ്ഞ കേട്ടോ. ഉള്ളി ഇതാണ് കേട്ടോ. ഈ മരമൊക്കെ എടുത്തിട്ട് നല്ലപോലെ കട്ട് ചെയ്ത് ദൂരെ എവിടെയും കൊണ്ടുവച്ചിട്ട് ഇതിനകത്ത് ഒരു ബാത്റൂം ഒക്കെ പണിഞ്ഞു വെക്കാം. സപ്പോസ് സെറ്റല്ലേ, ഒരാൾക്ക് ഇരിക്കാൻ പറ്റുന്നത്. ഒന്ന് പിടിച്ച് ഒരാൾക്ക് ഒരാൾക്ക് ഇരിക്കാം. എൻ്റെ കയറത്തില്ല കേട്ടോ. സംഭവം സെറ്റാണ്. നമുക്ക് ഞാൻ കയറാൻ പറ്റുമോ? കയറാൻ പറ്റും. കയറി ഒന്ന് ആലോചിക്കും. നേരിന്നൊരു പാമ്പ് പോലും താഴോട്ട് ചാടും. അയ്യോ എന്തായാലും കൊള്ളാം. അപ്പോൾ ഇതുപോലുള്ള വലിയ വൻകിട മരങ്ങൾക്കിടയിലൂടെയാണ് നമ്മൾ പോകുന്നത്. സോ സ്റ്റേ ട്യൂൺ വിത്ത് ജോഷുവ ദാസ് അല്ല ജോഷുവ ജോൺസന്റെ കൂടെ നമ്മൾ പോകണം. നോക്കി എന്താ വിഷ്വൽ ക്വാളിറ്റിയാന്ന് നോക്കി. എനിക്ക് എൻ്റെ ചങ്ക താങ്ക്സ് എടാ ചങ്ക കേട്ടോ. നോക്ക് നമ്മുടെ ജോഷുവയും കൊടുത്ത് പഴന്ന വടി കഴിക്കടാ. നീ യുവത്വത്തിൻ്റെ തിളയ്ക്കുന്ന ഇതാണ്, പ്രതീകമാണ്. അതുകൊണ്ട് നമ്മളൊരു പഴം കൊടുത്തവനെ നമ്മൾ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ചെറുക വണ്ടി വിടാനുള്ള പരിപാടി നോക്കും. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും. ബ്ലോക്കാക്കണം, അപ്പോൾ മുന്നോട്ട് പോകണം. കയറി അപ്പോൾ നമുക്കിനി മുന്നോട്ടുള്ള കാഴ്ച കാണാം കേട്ടോ. അവിടെ കൊണ്ടിട്ടിട്ട് ഇവിടെ ഇവൻ എന്നെ മുതലേ കാണിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോവാണ്. ശരിയല്ലേ? മുതലേ കാണിക്കാൻ കൊണ്ടുപോകുന്ന പറഞ്ഞല്ലേ കൊണ്ടുപോകുന്നേ. അപ്പോൾ മുതലേ ഉണ്ടോ എന്നറിയത്തില്ല. എന്തായാലും നമ്മൾ ചാടി പോവാണ്. ഞാൻ താഴെ വീഴുവോടെ. ഇത് പണി കേട്ടോ. എനിക്ക് ഇറങ്ങാനേ ഇത് പണിയാണ്. മാറിക്കേ. അവർ തിരിച്ച് കയറുന്നതായിരിക്കും പണി, ഇരട്ടിപ്പണി. അങ്ങനെ ഇറങ്ങാൻ എൻ്റെ ചെരുപ്പ് തെന്നുന്ന ചെരുപ്പ്, അതാണ് വിഷയം. ഇത് ഇരട്ടിപ്പണിയായിരുന്നു. പിടിച്ച് മാറിക്കേ. ഞാൻ ചാടാൻ നോക്കട്ടെ. അയ്യോ ചാടി. ആദ്യമായിട്ട് ഒരുപാട് നശിച്ച് ആദ്യമായിട്ടും ചാടുന്നു. അതല്ലേ വഴി, അതാ വഴി. നീ മുന്നിൽ പോകും. പാമ്പ് കടിച്ചാൽ ആദ്യം എന്താണ് നമ്മൾ മുന്നോട്ട് പോവാണ്. ചെറുതെ പോവാം. കുഴിയൊക്കെ വെട്ടിയിട്ടുണ്ടോ? കുഴിക്കാനുള്ള കുഴിയാണോ? മൊത്തം ബോട്ടിലാണെന്നോടാ. ഇവർക്ക് വന്ന് കുടിച്ചിട്ട് അവിടെ ഇവിടെ ഒന്നും കൊണ്ട് വേസ്റ്റ് നിശ്ചയിച്ചു. ഈ കാട്ടിൽ കൊണ്ടിടണോ? ഇതൊക്കെ മൃഗങ്ങളെടുത്ത് ലാനയൊക്കെ കൊണ്ട് വെച്ചാൽ ചവിട്ടി പൊട്ടിച്ച് അതിൻ്റെ കാലേ കയറി അത് വിളകി നാട്ടിൽ വന്ന് മൊത്തം സീനാണ്. മൊത്തം പ്ലാസ്റ്റിക് അല്ലേ? ഒരുപാടായിട്ട് പ്ലാസ്റ്റിക്. ഇത് വഴിയല്ലേ? വണ്ടി പോകുന്ന വഴിയാണോ? അതിനാ കുഴി ഒഴിച്ചിട്ടല്ലേ? ഇപ്പം എന്തായാലും താഴെ ചെന്നിട്ടുള്ള കാഴ്ച കാണാം. മുതലേ കാണാൻ പറ്റുമെങ്കിൽ കാണിച്ചിടാം. നദിയുടെ തീരത്ത് വന്നു കേട്ടോ. എന്താ പൊന്നിറാവൂ, എന്തുറാവൂ. അതിനുണ്ടോ നോക്കണേ, ഞാൻ പറഞ്ഞേക്കാം. നീ ഓടും, ഞാനിവിടെ നിൽക്കും. സെറ്റ് പോകണോടാ. സെറ്റ് കയറിയാ ഇതൊന്നും വേറെ കുഴപ്പമില്ല. നല്ല ക്ലിയർ വാട്ടർ കേട്ടോ. വീട്ടിൽ പോയി അതിനെ കണ്ടോ? ഉറപ്പാണോ? നോക്കാം. നോക്കിയാൽ കുട്ടിച്ചിട്ടേക്ക് നോക്കിയാൽ എന്ത് പോടാ കാണിച്ചിട്ട് നോക്കി. എന്നെ സെറ്റാറാവുന്നത് ക്യാമ്പ് ചെയ്യണം. പോളി വൈബായിരിക്കണം. നോക്കി ഇവിടെ നിന്ന് മരമൊക്കെ ഒടിച്ച് പിടിച്ച് കിടക്കും. നോക്കി ഇവിടെ രാത്രി ക്യാമ്പ് ചെയ്യണം. പോളി സെറ്റപ്പായിരിക്കും. എന്നാ വിഷ്വലും അല്ലേ? ഇവിടെ നമുക്ക് ഡ്രോൺ എടുത്താൽ ഡ്രോണിന് ഷോട്ട് എടുക്കാം. അതൊക്കെ നല്ല തിരിച്ചറിയണല്ലേ? എന്ന വഴിക്കുണ്ടല്ലേ ഒരു ലോറി വണ്ടോ നടു റോഡി തടിയും കൊണ്ട് വന്ന് വണ്ടി വന്ന് മറിഞ്ഞു. ആ സീന കേട്ടോ, മറിഞ്ഞില്ല. എനിക്ക് നോക്കി നമ്മുടെ വണ്ടി കൊണ്ട് ഇവിടെ പാർക്ക് ചെയ്യും കേട്ടോ.
ആ നോക്ക് കണ്ടോ, വണ്ടിയെ തടി എടുത്തോണ്ടിരിക്കുക ക്രെയിനല്ലേ. എൻ്റെ പൊന്നടാവേ, എനിക്കൊന്ന് ബ്രേക്ക് വിട്ടു, എന്തോ സംഭവിച്ചത്, എനിക്കൊന്നും എന്തോ എന്നറിയില്ല, ഒന്ന് ചോദിച്ചു നോക്കാം നമുക്ക്. നോക്കി വണ്ടി കണ്ടോ, വണ്ടി സാധനം എടുത്തോണ്ട് പോവാം. വണ്ടി പിന്നെ ആക്സിഡൻ്റ് ഉണ്ടായി ആകെ സീനായിട്ട് നിൽക്കുക. പൈസ ഇവിടെ ഒരു വണ്ടി ചെറിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അതായത് ലോഡ് വണ്ടി കൊണ്ട് വന്ന ലോഡ് വണ്ടി പിടിക്കുന്ന വെട്ടിപ്പോയെന്നാണ് പറയുന്നത്. എനിക്ക് ടയർ ഏതോ പഞ്ചറായെന്നാണ് തോന്നുന്നത്, കണ്ടിട്ട് കിടപ്പ് കണ്ടിട്ടാണ്. ഒരു വണ്ടി അവിടെ വന്ന തടി വന്ന് അതേ കയറി ഇടിച്ചു. എന്തായാലും വണ്ടി എല്ലാം പോലീസുകാരും എല്ലാം കൂടെ ചേർന്ന് എന്തായാലും മാറ്റിക്കൊണ്ടിരിക്കുക സംഭവം. അപ്പോൾ പോലീസുകാർമാരൊക്കെ നിൽക്കുന്നു കേട്ടോ, ഒരുപാട് പേര് സാർമാരൊക്കെ. ഇത് നമ്മുടെ പഴയ സാറ് തന്നെ ഇവിടെ നിൽപ്പുണ്ട്. ഹായ് സാർ. സൂപ്പർ സർ. नाइस वीडियो सर. खाना आज हम जाके खाएगा बिरयानी रैंडली लेके जा रहे. ये कौन है? ये इसको उधर होम स्टे वो मेरे को केरला वाला है, मेरे को बुलाया. ओके आजा इसलिए. ഓക്കെ കണ്ടില്ലേ, ഇവിടെ സാറുമാരൊക്കെ ഇപ്പോൾ കാര്യങ്ങൾ വണ്ടിയെല്ലാം റോഡ് ക്ലിയറപ്പ് ആക്കുക. നമ്മൾ ഒരുപാട് വണ്ടികൾ കിടക്കുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ. വണ്ടി തുറന്നാ കിടക്കുന്നത് കുഴപ്പമില്ലല്ലോ, വണ്ടി തുറന്നാ കിടക്കുന്നത് കുഴപ്പമില്ലല്ലോ. ഇനിയിപ്പോൾ വണ്ടി മാറ്റി വരും, ഇനി കുഴപ്പമില്ല, സെറ്റാവും. അപ്പോൾ തന്നെ ആംബുലൻസും വന്നു കഴിഞ്ഞു. നോക്കി ആംബുലൻസിന് വരാനുള്ള സംഭവങ്ങളെല്ലാം ക്ലിയർ ചെയ്യും കേട്ടോ. കണ്ടോ, അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി. ഇതാവണം പോലീസ് വരാണ്ടോ, ഉടനെ തന്നെ വണ്ടി ക്ലിയർ അപ്പ് ചെയ്യുക. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കര കാര്യമായിട്ട് പുള്ളി ഇത്രയും കാര്യം ചെയ്തു കൊടുത്തു കേട്ടോ. 108 ആംബുലൻസ് പോലീസുകാരായി ഇങ്ങനെ വേണം അല്ലേ, അപ്പം തന്നെ ക്ലിയർ അപ്പ് ചെയ്ത് കൊടുത്തല്ലേ. ഒരു താങ്ക്സ് കൊടുത്താലോ സാറിന്. അപ്പോൾ രാവിലെ നമ്മുടെ ചങ്ങനയും കൊണ്ട് നമ്മൾ വീണ്ടും യാത്രയാണ്. അപ്പോൾ 2 ദിവസം നമ്മൾ ഇവിടെ ട്രക്കിങ് അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നിന്നു. പക്ഷെ ഒന്നും കാണാൻ പറ്റില്ല, ഉള്ളി പന്നിയെ കണ്ടു, വേറെ ഒന്നും കാണാൻ. നമ്മൾ ലക്കില്ലാത്തവരാണ്. സോ ഇനി ലക്ക് വരുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്താൽ നമ്മുടെ പണി പാലുപടത്തിലാവും. സോ നമ്മൾ ഇനി മുന്നോട്ട് നീങ്ങുവാണ്. അപ്പോൾ നമ്മുടെ അച്ചായനെ ഓക്കെ താങ്ക് യു അച്ഛാ. ഇതാണ് നമ്മുടെ പേര് പറഞ്ഞില്ല, ജോഷുവയുടെ ഫാദറാണിത് അച്ചായൻ്റെ ചെറിയൊരു പ്രോപ്പർട്ടി ഉണ്ട്, ഒരു ഹോം സ്റ്റേ ആണ്. അങ്ങനെ ഏകദേശം എന്ത് റേറ്റിലാണ് നിങ്ങളിവിടെ ഹോം സ്റ്റേയിൽ കൊടുക്കുന്നത് റേറ്റ്? സീസൺ വെച്ചാൽ ഓക്കെ. അപ്പോൾ ഒരു സീസൺ അനുസരിച്ചാണ്, ഏകദേശം പല റേറ്റിലുണ്ട്. അത് നിങ്ങൾ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർ ഡാൻഡലി വരുന്നവർക്ക് അവർക്ക് വേണ്ട ആക്ടിവിറ്റീസ്, ട്രക്കിങ്, ഹാക്കിങ് എല്ലാ കാര്യത്തിനും ജോഷിയെ വിളിച്ചാൽ അത് ജോഷിയുടെ നമ്പറുണ്ട്. ജോഷിയുടെ നമ്പറല്ലേ? ജോഷിയുടെ നമ്പറുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ അതുപോലെ ഡെയിലി വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ സ്റ്റേ ട്യൂൺ. അപ്പോൾ നമ്മൾ വണ്ടി നേരെ പോവാണ്. ഈ വരി ഇത് പോണ്ടേ, വേറെ വഴികളുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ അച്ഛാ, അപ്പോൾ ബൈ. ഓക്കെ സി ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് സ്റ്റാഗ് ഹോട്ടലിന്റെ നേരെ ഫ്രണ്ടിലാണ്. നമ്മൾ ഇന്നലെ ഷൂട്ട് ചെയ്ത സ്ഥലം. അപ്പോൾ അവിടെ വന്നപ്പോൾ രാവിലെ ഒരു ചായ കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് കുറച്ച് സൈക്കിൾ ചങ്കുകളെ കിട്ടി. എല്ലാവരും ഓൾ ആർ ഫ്രം പൂനെ. ആള് മലയാളിയാണ്, ഫ്രം ആലപ്പുഴ റൈറ്റ്. അപ്പോൾ എന്താണ് വാട്ട് ഈസ് ഇൻസ്പിറേഷൻ ഫോർ ദിസ്? Yes. Before I also do this, actually I done a split brain surgery, so I left that. സ്പീക്കിംഗ് വീൽസ് എന്ന് ഗ്രൂപ്പിൽ നിന്നാണ്. സ്പീക്കിംഗ് വീൽസ് ഞങ്ങളുടെ മോട്ടോ എന്ന് വെച്ചാൽ പെഡൽ ടു ഹാപ്പിനെസ്. ഓക്കെ, അത് ഞങ്ങളുടെ അത് തന്നെ ആ തീം വെച്ചോണ്ടുള്ള ഒരു റൈഡ് ആയതാണ് ഫോറസ്റ്റില്. ഓക്കെ റൈഡിങ് ഓവർ 200 kilometers in 3 days. അപ്പോൾ സ്റ്റേ, വാട്ട് അബൌട്ട് ദ സ്റ്റേ? എല്ലാ ദിവസവും ഒരു വേറെ ഹോം സ്റ്റേയിൽ or not tenting, right? No. You guys are not tenting, right? No. Okay. Not tenting. We are having so far a fantastic time. Okay. This is being co-hosted by Pedal First, Yeah. Saideep and Yogesh. Yogesh, okay.
are our local contacts here. Okay. And basically we are enjoying. ഓക്കെ എനിവേ നൈസ് ടു മീറ്റിംഗ് യു. അപ്പോൾ കണ്ടല്ലോ, എന്നെ പോലെ ഭ്രാന്തന്മാരായ വേറൊരു ഗ്രൂപ്പിനെ കൂടെ കിട്ടി. എനിവേ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ ഇനി മുന്നോട്ട് പോകണം നേരെ ഗോകർണ. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ ഗിവിംഗ് എ വണ്ടർഫുൾ മൊമെന്റ്. ഓക്കെ, താങ്ക് യു. Have a nice time. താങ്ക് യു. ഓക്കെ, ബൈ. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ നമുക്ക് ഗോവയിൽ നിന്ന് ഒരു ചങ്ങനെ കിട്ടി കേട്ടോ. വൺ മിസ്റ്റർ അമീർ, പുള്ളി ഒരു ഹോഴ്സ് റൈഡാണ്. ആളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്, ഒന്ന് കയറി കാണും കേട്ടോ. പൊളി വൈവ് കേട്ടോ. ആളുടെ ഇത് കണ്ടു നോക്കുന്നത്, ഇതാണ് ആള്. നൈസ് മീറ്റിംഗ് യു മിസ്റ്റർ അമീർ. ഓക്കെ, അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ മുമ്പേ വന്ന സൈക്കിൾ റൈഡേഴ്സിനെ കണ്ടല്ലോ. കണ്ടു കഴിഞ്ഞ ശേഷം ഞാനൊരു കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് വന്നത്. അതായത് ഇദ്ദേഹത്തിന് ഇവിടെ ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇർഫാൻ. ഓക്കെ, കിतना है होम स्टे का? यू हैव ए सीजनल रेटर और फिक्स्ड रेट? Also is there and फिक्स्ड में रेट में कितना है? fixed में 1,000 rupees से start होगा. 1000 rupees में स्टार्ट है. विल गो फॉर दैट. Yeah, why not? അപ്പോൾ നമുക്ക് യു ആർ കമ്മിങ് യുവർ ഓക്കെ. പുള്ളിയും ഇതുപോലെ ഇവിടെ സ്റ്റേ ചെയ്യുന്നത്. ഹൗ യുവർ എക്സ്പീരിയൻസ് ചെയ്യുക? വെരി നൈസ് ആക്ച്വലി. ദിസ് ഇസ് സെക്കൻഡ് ടൈം റൈറ്റ്? ആദ്യം നേരത്തെ ആളൊന്നും ഇവിടെ വന്ന് താമസിച്ചായിരുന്നു, കാരണം നല്ല ഫോറസ്റ്റിന് നടക്കാണ് കേട്ടോ. താമസിച്ചതിന് ശേഷം വീണ്ടും വന്നാണ് ആൾ 6 മാസം ഇവിടെ ആണെങ്കിൽ 6 മാസം യു കെയിലായിരിക്കും. ഓക്കെ, എനിവേ നൈസ് മീറ്റിംഗ് യു. വി വിൽ ഗോ ഫോർ ദാറ്റ്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, വെൽക്കം. അപ്പോൾ നമ്മൾ രണ്ട് സൈഡും ഫോറസ്റ്റ് കേട്ടോ. ഫോറസ്റ്റ് പക്ക ഫോറസ്റ്റ്. അപ്പോൾ ഇവിടെ വരും ഞാൻ ഇത് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം ഞാൻ ഇവിടെ ഒരുപാട് മലയാളീസ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് ഹോം സ്റ്റേസ് ഉണ്ട്, പിന്നെ ഏജന്റുമാരൊക്കെ ഉണ്ട്. അതിന് നല്ല ഹോം സ്റ്റേ ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ താമസിക്കാം. ഇവർ തന്നെ എല്ലാ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു. ഒരുപാട് മലയാളീസിൻ്റെ പ്രോപ്പർട്ടീസും ഉണ്ട്. ആ കൂട്ടത്തിൽ ഇവരെല്ലാം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം അങ്ങോട്ട് ഏജന്റുമാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കമ്പനിയാണ്. ഫ്രണ്ട്ലി ഇതിലാണ് ഇവിടെ റിസോർട്ടുകളും ഹോം സ്റ്റേയിലും കാര്യങ്ങളെല്ലാം പോകുന്നത്. ഇതാണ് പുള്ളിയുടെ പ്രോപ്പർട്ടി കേട്ടോ. ഇതാണ് ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ. അവിടെ പോയി ചില്ല് ചെയ്യാൻ പറ്റിയ സ്ഥലം. അവിടെ ഒരുപാട് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് കേട്ടോ. നല്ല പച്ചപ്പ്, നല്ല തണുപ്പ്, നല്ല വെയിലാന്ന് പറഞ്ഞാലും നല്ല തണുപ്പാണ് കേട്ടോ. അപ്പോൾ രണ്ട് സ്ഥലം. അതുപോലെ തന്നെ ഇവിടെ കരടി, പുലി അങ്ങനെയൊക്കെ ചിലപ്പോൾ ചില സമയങ്ങളൊക്കെ സ്പോട്ട് ആവുന്നുണ്ട്. ചിലപ്പോൾ അവിടെ ഒരു ഡ്രീം ഹൗസ് മേക്ക് ചെയ്യാൻ അതിൻ്റെ അണ്ടർ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ കാര്യം വൈകിട്ട് വന്നു കഴിഞ്ഞാണല്ലോ കുറേ ക്യാമ്പ് ഫയറും അങ്ങനെ കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ എന്തായാലും സ്റ്റേ ട്യൂണ്. അപ്പോൾ നമ്മളിനി മുന്നോട്ട് പോകാനുള്ള പരിപാടിയാണ്. അതിൻ്റെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. അതുപോലെ അവിടെയുണ്ട് പരിപാടി. ടെൻറ്റ് ഹൗസാണ്. ടെൻറ്റ് ഹൗസ് കളിച്ചാൽ ജസ്റ്റ് കാണിച്ചു തരാം റൂമൊന്ന്. ഇതാണ് ഇവരുടെ റൂമും കാര്യങ്ങളും. ഓക്കെ, നല്ല സെറ്റപ്പായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നല്ല അടിപൊളി ബാത്റൂമും. ഓക്കെ, കണ്ടില്ലേ, നല്ലൊരു ബാത്റൂമും കാര്യങ്ങളൊക്കെ. സ്റ്റാർട്ട് ഫ്രം 1000 rupees, right? Start from 1,000. 1000 rupees. Okay, without food. Food to include Breakfast and stay. Stay, right? For the rooms. For the room. For tents, it will be 500 rupees, breakfast and stay. Stay. Okay. അപ്പോൾ റേറ്റുകൾ കേട്ടല്ലോ. അപ്പോൾ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആയിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ. നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങാൻ പോകണം. അപ്പോൾ ഗുഡ് ബൈ.